ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. മസലു മാ ബഅസനില്ലാഹു ബിഹി മിനൽ ഹുദാ വൽ ഇൽമി കമസലിൽ ഗൈസിൽ കസീരി അസാബ അർളൻ ഫകാന മിൻഹാ നഖിയ്യാ ഖബിലത്തിൽ മാഅ ഫഅംബതത്തിൽ കലഅ വൽ ഉശ്ബൽ കസീർ. ഞാൻ നിയോഗിക്കപ്പെട്ട നേർവഴിയും ഇൽമിന്റെയും ഉദാഹരണം അതാ നല്ല അനുഗ്രഹ വർഷം പോലെയാണ്, മഴ പോലെയാണ്. ആ മഴവെള്ളം നല്ല ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ പതിച്ചാൽ അവിടെ നല്ല നല്ല ഭൂമിയായി അത് ഒന്നുകൂടി മികക്കും. എന്നിട്ട് അവിടെ നല്ല സസ്യങ്ങൾ മുളയ്ക്കും, അവിടെ നല്ല ഫലങ്ങൾ പൊട്ടിവിടരും, അവിടെ നല്ല പഴങ്ങൾ വളർന്നു വരും. അങ്ങനെയുണ്ട്. പിന്നെ ചില സ്ഥലങ്ങളിലേക്ക് ഇതേ മഴ തന്നെ വന്ന് പതിക്കും. അത് പാറയുടെ മേലെയായിരിക്കും. വെള്ളം അവിടെ കെട്ടി നിൽക്കും. നാൽക്കാലികൾക്കോ പറവകൾക്കോ ഒക്കെ ആ വെള്ളം പ്രയോജനപ്പെട്ടെന്ന് വരും. മൂന്നാമതൊരിടമുണ്ട്, അതേ മഴ തന്നെ പെയ്തത് അതാ ചരിഞ്ഞു കിടക്കുന്ന ഒരു പാറയുടെ പ്രതലമാണ്. വീണ വെള്ളം അവിടെ തങ്ങി നിന്നിട്ടില്ല, അവിടെ ഒരു മുളയും പൊട്ടിയിട്ടില്ല, അവിടെ ഒരു വെള്ളം തങ്ങി നിന്നിട്ട് വേറെ ഒരു ജീവിക്കും പ്രയോജനപ്പെട്ടിട്ടില്ല. ഇങ്ങനെ അള്ളാഹുവിന്റെ ഇൽമും നൂറും നമ്മുടെ ഹൃദയത്തിലേക്ക് വന്നിട്ടുള്ളത് ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ പതിച്ചതുപോലെ ആകണമെങ്കിൽ കിട്ടിയ ഇൽമു കൊണ്ട് അമലു ചെയ്യണം. ആ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അങ്ങനെ പഠിച്ച ഇൽമു കൊണ്ട് അമലു ചെയ്ത് ആ ഇൽമു കൊണ്ട് ഇർഷാദ് ചെയ്യുന്നവരായാൽ ഫലഭൂയിഷ്ടമായ ഭൂമിയിൽ പതിച്ച നല്ല മഴ പോലെയാണ്. കുറെ ഇൽമുണ്ട്, ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്വന്തത്തിൽ ഒരു അമലും ഇല്ലെങ്കിൽ ആ പാറപ്പുറത്ത് കെട്ടി നിന്ന വെള്ളം പോലെയാണ്. ആർക്കോ അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്, സ്വയം അതുകൊണ്ടൊരു ഫലം കിട്ടിയില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പിന്നെ ചിലരുണ്ട്, മൗലിയാരായി ഇറങ്ങി, അന്ന് തന്നെ കിതാബും മടക്കി വെച്ചു, അന്ന് തന്നെ കോട്ടും കൊണ്ട് വീട്ടിൽ വെച്ചു, സർട്ടിഫിക്കറ്റും കൊണ്ട് വെച്ചു. പിന്നെ അമലും ഇല്ല, ഇൽമിന്റെ സേവനവും ഇല്ല, ഒരു ഖിദ്മത്തിന്റെ രംഗത്തുമില്ല. പഠിക്കാത്തവരെ പോലെ ജീവിതം നയിച്ചു പോയാൽ അത് മഹാ കഷ്ടമല്ലേ? 8 10 കൊല്ലം രാപകലില്ലാതെ ജീവിച്ച് പഠിച്ച വിവരങ്ങൾ സ്വയം അമലിനോ പ്രബോധനത്തിനോ പ്രയോജനപ്പെടാതെ വന്നാൽ കൊല്ലം പോയില്ലേ, ആയുസ് നഷ്ടമായില്ലേ? അതുകൊണ്ട് പഠിച്ച ഇൽമ് അത് പുഷ്പിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്ത് ഫലപ്രദമായ അറിവായി അതിനെ വളർത്തിക്കൊണ്ടുവരണം.